ഉണ്ണിസാറിന് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഈ വഴയിലെ 4 വരി പാതയിലൂടെ പോകണം. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ജംഗ്ഷന്റെ വികസനത്തിനായിട്ട് ചെലവാക്കിയിട്ടുള്ളത് കൊണ്ട് അതുവഴിയുള്ള വരുമ്പോഴും അതിൻ്റെയും കൃത്യമായി യൂസർ ഫീ കൊടുക്കേണ്ടി വരും. അരുൺ സാറിന് കൊട്ടാരക്കര ബൈപ്പാസ് കിടക്കാൻ കൊടുക്കണം. പിന്നെ വലിയഴീക്കൽ തോട്ടപ്പള്ളി അതുവഴി പോകുമ്പോഴും ഈ പറയുന്ന യൂസർ ഫീ കൊടുക്കണം. പിന്നെ സാർ ഇടുക്കിക്ക് വല്ലതും പോവുകയാണെങ്കിൽ കുട്ടിക്കാനം ചപ്പാത്ത് മലയോര പാതയുണ്ട്. നമ്മുടെ ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി കൊച്ചി എയർപോർട്ട് ബൈപ്പാസ് ഉണ്ട്, മൂവാറ്റുപുഴ പെരുമ്പാവൂർ ബൈപ്പാസ്, ആലുവ മൂന്നാർ റോഡ്. പിന്നെ നമ്മൾ കണ്ണൂരിലേക്ക് വല്ലതും പോവുകയാണെങ്കിൽ അവിടെ വിമാനത്താവളത്തിലേക്കുള്ള കണക്റ്റിംഗ് റോഡുകളുണ്ട്, കോഴിക്കോട് ബാലുശ്ശേരി റോഡുണ്ട്, അരയിടത്ത് പാലം കാരന്തൂർ റോഡുണ്ട്, പിന്നെ തുരങ്കപാത, തീരദേശ മലയോര പാത തുടങ്ങി ഇതിലെല്ലാം ഈ പറയുന്ന പിരിവ് വരും, യൂസർ ഫീ. അപ്പോൾ അത് വരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ദേശീയപാത വികസനം പൂർത്തിയാകുമ്പോൾ ആ തുകയും കൊടുക്കണം, അതോടൊപ്പം ഈ തുകയും വരും. അപ്പോൾ ജനത്തിന് മേലൊരു ബർഡൻ ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ജനമാണ് ഈ പിരിവ് കൊടുക്കേണ്ടി വരിക എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. അത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സർക്കാരല്ല, ഞാനും ഉണ്ണിസാറും അരുൺ സാറും ആൻഡ്രോ സാറും ഒക്കെ ഇത് കൊടുത്തു വേണം പോകാൻ. അത് 30 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ അത് എത്രയാണെന്ന് തീരുമാനിക്കാനേ ഉള്ളൂ. എന്തായാലും കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ വരുമാനമുണ്ടാക്കുന്ന പദ്ധതികൾ വേണം, അത് വ്യവസ്ഥയായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ബാധ്യത ഉണ്ടാകാതിരിക്കാൻ, സംസ്ഥാനത്തിന് ധനസ്ഥിതി കൂടുതൽ മോശമാകാതിരിക്കാൻ ഇതേ ഉള്ളൂ. അപ്പോൾ വിത്തെടുത്ത് കുത്തേണ്ട സാഹചര്യത്തിലേക്ക് വന്നാൽ അത് ചെയ്തല്ലേ പറ്റൂ.